നമസ്കാരം. ഇന്നലെയും ഇന്നുമായി രാത്രിയിൽ ഇസ്രായേൽ സൈന്യം സമീപ ആഴ്ചകളിലെ ഏറ്റവും തീവ്രവും ലക്ഷ്യമിട്ടതുമായ ആക്രമണങ്ങളിൽ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാന്റെ ഹൃദയഭാഗത്തുള്ള 2 പ്രധാന എണ്ണവാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തു. ഇറാന്റെ ആഭ്യന്തര ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുപ്രധാന ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്ന ഷഹ്റാൻ എണ്ണ ഡിപ്പോയും അതോടൊപ്പം തന്നെ ഷഹർ റിഫൈനറിയുമാണ് ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടത്. പടിഞ്ഞാറൻ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്നതും കുറഞ്ഞത് 11 സംഭരണ ടാങ്കുകളിലെങ്കിലും ഉൾക്കൊള്ളുന്നതുമായ ഷഹ്റാൻ ഇന്ധന ഡിപ്പോ അതോടൊപ്പം തന്നെ ഇസ്രയേലി വ്യോമാക്രമണത്തെ തുടർന്ന് കത്തിനശിച്ചു. പ്രദേശവാസികളും മാധ്യമങ്ങളും പങ്കിട്ട ദൃശ്യങ്ങളിൽ ടെഹ്റാൻ ആകാശരേഖയിൽ തീ പടർന്നതും നഗരത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എണ്ണ സംഭരണശാലയ്ക്കൊപ്പം ഇസ്രയേലി ജെറ്റുകളും തെഹ്റാനിലെ ഷഹർ എണ്ണ ശുദ്ധീകരണശാലയെ ആക്രമിച്ച് വൻ തീപിടുത്തവും നാശനഷ്ടവും വരുത്തിവെച്ചിട്ടുണ്ട്. തീ നിയന്ത്രിക്കാനും തുടർന്നുണ്ടായ ഇന്ധന ചോർച്ച കൈകാര്യം ചെയ്യാനും അടിയന്തര പ്രതികരണ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. പ്രാദേശിക ഇറാനിയൻ വാർത്താ ഏജൻസികൾ പറയുന്നതനുസരിച്ച് തീപിടുത്തം രൂക്ഷമാകുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആക്രമണത്തിൽ തെക്കൻ ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിൽ നിന്നുള്ള പ്രകൃതിവാതക സംഭരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഫജർ ജാം റിഫൈനറി ഇസ്രയേൽ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട്. ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ വാതക ഫീൽഡാണിത്. ഖത്തറുമായി സംയുക്തമായി പങ്കിടുന്നുണ്ട്. ആക്രമണത്തിന്റെ ഫലമായി വലിയ സ്ഫോടനവും ഇരുണ്ട പുക ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ നിർണായക ഊർജ്ജ ശൃംഖലയിൽ ആഹ്ലാദം വർദ്ധിപ്പിച്ചുകൊണ്ട് സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന്റെ ഒരു ഭാഗം ഇസ്രയേൽ നേരത്തെ ആക്രമിച്ചു. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിലും വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി. ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ടെൽ അവീവ് അതോടൊപ്പം തന്നെ ഹൈഫ എന്നിവയുൾപ്പെടെ വിവിധ ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം ടെൽ അവീവിനടുത്തുള്ള ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തെയും ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ പുതിയ ആക്രമണ പരമ്പര മേഖലയിൽ കൂടുതൽ ആഴമേറിയതും വ്യാപകവുമായ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ജൂൺ 12-ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി അവകാശപ്പെട്ട് ഇസ്രയേൽ ആദ്യമായി ഒരു വലിയ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇരുവശത്തും പതിവ് ആക്രമണങ്ങളിലേക്ക് നയിച്ചു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ നയതന്ത്ര ശ്രമങ്ങൾക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഞായറാഴ്ച ഇന്ന് ഒമാനിൽ നടക്കാനിരുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച റദ്ദാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭാഷണത്തിനും കഴിയില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഖി പറഞ്ഞു. ടെഹ്റാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാനാണോ അതോ വൈകിപ്പിക്കാനാണോ ഇറാനുള്ളിൽ ആണവ സംബന്ധമായ ലക്ഷ്യങ്ങൾ ഒരു ആക്രമണം നടത്തുന്നതെന്നും ജൂൺ 12-ന് ഇസ്രയേൽ അവകാശപ്പെട്ടതോടെയാണ് നിലവിലെ സൈനിക ഏറ്റുമുട്ടലിൽ തുടക്കമായത്. ഇത് ഇറാനിൽ നിന്നും ഉടനടി പ്രതികരണത്തിന് കാരണമായി. അതിനുശേഷം ഇരുപക്ഷവും പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഏറ്റവും പുതിയ ഇസ്രയേലി ആക്രമണങ്ങളുടെ കേന്ദ്രബിന്ദു ഇറാന്റെ എണ്ണ വാതക ഊർജ്ജ മേഖലകളാണെന്നാണ് തോന്നുന്നത്. അവ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നിർണായകവും മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനത്തിന് നിർണായകവുമാണ്. എണ്ണ ഡിപ്പോകൾ, റിഫൈനറികൾ, ഗ്യാസ് സംസ്കരണ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇറാന്റെ ഊർജ്ജത്തെ ആശ്രയിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.